നമ്മൾ സ്ഥലം ഏറ്റെടുത്ത് ഇതിന്റെ അനുബന്ധ വ്യവസായങ്ങൾക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ലെങ്കിൽ തൊട്ട അയൽപക്കത്തെ സംസ്ഥാനം അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മളെക്കാൾ വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി തമിഴ്നാട് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഗുണഭോക്താകാൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രമങ്ങളാണ് തമിഴ്നാട് നടത്തിയിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട പോർട്ട് റിലേറ്റഡ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന പോർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് കൂടി നമ്മൾ ഈ ഔട്ട് ഓഫ് ഹാർബർ ഡെവലപ്മെന്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഔട്ട് ഓഫ് ഹാർബറിന് പുറത്തുള്ള ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ ഒരു വിഴിഞ്ഞം തുറമുഖം മാത്രമായി അവശേഷിക്കും, അതൊരു ഗേറ്റ് വേ മാത്രമായിട്ട് അവശേഷിക്കും. സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാനത്തിന് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകാൻ, കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകാൻ, സംസ്ഥാനത്തിന്റെ GST വരുമാനം വർദ്ധിപ്പിക്കാൻ, സംസ്ഥാനത്തിന് കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള നല്ല അവസരമാണ് ഈ പോർട്ടുള്ളത്. പക്ഷേ അതിനനുബന്ധമായി സർക്കാർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ വളരെ മന്ദഗതിയിലാണ് പോയിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പോർട്ട് കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും പ്രധാനമാണ്. ഈ റോഡ് കണക്ടിവിറ്റി ഉണ്ടായാൽ റോഡിന്റെ ഇരുവശങ്ങളിലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഏറ്റെടുത്തുള്ള ചെയ്യണം. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നിട്ട് 1 മാസത്തിന് ശേഷമായിട്ടുള്ളൂ. ഈ 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ സ്ഥലം കൊടുക്കാൻ വ്യവസായ വകുപ്പ് തയ്യാറായിട്ടുണ്ട്.